സനോജ് ഇതാ LDF-ന്റെ നേതാക്കൾക്കെതിരെയും സമാനമായ എന്ന് അദ്ദേഹം പറയുന്നു, അത് ഉദ്ധരണിയിൽ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, മുകേഷ് MLA-യുടെ കാര്യം വന്നപ്പോൾ മറ്റൊരു നിലപാടാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് ഭരണഘടന പറയുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറിയും LDF-ഉം സ്വീകരിക്കുന്ന നിലപാടുകളുടെ സമാന രൂപങ്ങൾ പകർത്തുകയാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് തൗഫീഖ് വിശദീകരിക്കുന്നത്. സനോജിൻ്റെ മറുപടി. NPC ഇത് സമാനമായ ആരോപണം എന്ന് പറയുന്നത് ഏത് കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയ? ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 14ഓളം ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇവരുടെ പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മുൻ ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ആരോപണം AICC നേതൃത്വത്തിൽ കൊടുത്തു എന്നും തുടങ്ങിയിട്ടുള്ള നിരവധി വാർത്ത, ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, അതവിടെ വേറെ കിടക്കുകയാണ്. അതൊന്നും പുറത്തു വരാത്ത വാർത്തകളാണ്. ഇതൊക്കെ ഇങ്ങനെ പറയപ്പെടുന്ന വാർത്തകൾ മാത്രമാണ്. പുറത്തു വന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട സൗണ്ട് ക്ലിപ്പുകൾ, അതിൻ്റെ ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളുടെ ബൈറ്റുകൾ, മുഖം കാണിച്ച് തന്നെ ചില പെൺകുട്ടികൾ നടത്തിയിട്ടുള്ള ചില ആരോപണങ്ങൾ, ഇങ്ങനെ എന്തൊക്കെയാണുള്ളത്? ഇതുപോലെ ഒരു സമാനമായ സംഭവമാണോ ഇവർ നേരത്തെ പറഞ്ഞ ആളുകളുടെ മേലിൽ ഉണ്ടായത്? നേരത്തെ രാജ്യദ്രോഹ കേസിലൊക്കെ ജയിലിൽ കിടന്ന ഏതോ സ്വപ്ന സുരേഷോ അവരൊക്കെ കേസിൽ പെട്ടതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വിളിച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. പിന്നെ മന്ത്രി, സിനിമാ നടനും MLA-യുമായിട്ടുള്ള മുകേഷിനെതിരായിട്ട് വന്ന കാര്യങ്ങൾ. മുകേഷിനെതിരായി വന്ന കാര്യം എന്തായിരുന്നു? മുകേഷിനെതിരായിട്ട് കഴിഞ്ഞ 12 വർഷം മുന്നേ നടന്ന ഒരു സംഭവം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ സിനിമാ മേഖല ഉണ്ടായിട്ടുള്ള അന്നത്തെ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഒരു പരാതിയുമായി വരുന്നു. ആ പരാതി കൊടുത്ത സ്ത്രീയുടെ ക്രെഡിബിലിറ്റി നമ്മൾ നോക്കണ്ടേ? ആ പരാതി കൊടുത്ത സ്ത്രീ സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് കൈമാറി എന്ന കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവർ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടന്ന ആളെയും ഇങ്ങനെ സ്വന്തം കുടുംബത്തിലെ പെൺകുട്ടികളെ സെക്സ് റാക്കറ്റ് കാഴ്ചവെക്കുന്ന ആളെയുമെല്ലാം ചാരിയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ വേണ്ടി നോക്കുന്നു എന്നത് അങ്ങേറ്റം ഗതികേടാണ്. ഇപ്പോഴും UDF-ന്റെ പ്രതിനിധി കുറേ ഞങ്ങളുടെ ചില നേതാക്കളെയെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് നിങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞാൽ നിങ്ങൾക്കത് താങ്ങില്ല. KPCC ഓഫീസിൽ രഹസ്യ മുറിയുണ്ട് എന്ന് പ്രസംഗിച്ച ഒരു നേതാവുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ലേ? എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഏത് നേതാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്? മുരളീധരൻ എന്ന് പറയുന്ന ഇവരുടെ തലമുതിർന്ന ഒരു നേതാവുണ്ടല്ലോ ഇപ്പോൾ, ആ തലമുതിർന്ന നേതാവ് മുരളീധരൻ പണ്ട് സരിതയെ ഫോൺ വിളിച്ച ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ മുരളീധരൻ ചോദിച്ചത്, ഇവരെല്ലാം ഇങ്ങനെ പാതിരക്ക് കിടന്ന് വിളിച്ചത് രാമായണം പഠിപ്പിക്കാനാണോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണഘടന പഠിപ്പിക്കാനാണോ എന്ന് ചോദിച്ച അനുഭവം ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെ ഈ KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ആള് PC വിഷ്ണുനാഥ് എത്ര തവണയാണ് വിളിച്ചത്? എത്ര രേഖ പുറത്തു വന്നത്? KP അനിൽകുമാറിന്റെ രേഖ പുറത്തു വന്നല്ലോ. അത്തരം ചർച്ച ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ പറയിപ്പിക്കുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, സമയം പോരാതെ വരും. ഇപ്പൊ ഞാൻ പറഞ്ഞത് അത് വേറെ കിടക്കട്ടെ. പിന്നെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ പേരിൽ നേരത്തെയും ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചില അഫെയറിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്, ചില റിലേഷൻഷിപ്പ് പൊട്ടിയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചില ഒന്നോ രണ്ടോ ആ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് പുറത്തു വന്നപ്പോഴാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതതാണോ? ഇതെന്ന് വെച്ചാൽ അധികാരവും പണവും സ്വാധീനവും ഉപയോഗപ്പെടുത്തിയിട്ട് കാണുന്ന പെൺകുട്ടികളെ മുഴുവൻ ഈ നിലയിൽ വളച്ചെടുക്കുന്നു, അവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നു, ഗർഭിണിയാക്കുന്നു. ഗർഭമുണ്ടായിട്ട് നിലവിളിക്കുന്ന പെൺകുട്ടിയോട് ഇതൊന്നും എൻ്റെ കാര്യമല്ല, എൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. 4 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തുകയല്ലേ? നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി കളയും എന്നാ പറയുന്നത്. ഇതൊരു MLA-യുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടുള്ളതാണോ? ഇത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരായിട്ടുള്ള അമ്മമാർക്ക് യോജിക്കാൻ കഴിയുന്നതാണോ? പാവപ്പെട്ട ഒരു MLA ഉമാ തോമസിൻ്റെ മാതൃഹൃദയം പടഞ്ഞു. ഉമാ തോമസ് പറഞ്ഞു, ഈ ആഭാസൻ ഇയാളെ അംഗീകരിക്കാൻ പാടില്ല. ഉമാ തോമസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. ആ ഉമാ തോമസിനെ സൈബർ ഇടത്തിൽ ഈ ഷാഫിയുടെ, രാഹുലിൻ്റെ സംഘം എത്ര ക്രൂരമായ നേരിട്ടത്. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാവാണല്ലോ KC വേണുഗോപാൽ.
ആ KC വേണുഗോപാലിന്റെ ഭാര്യ ആശ ടീച്ചർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. 2 മിനിറ്റ് കൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിന്റെ കമന്റ് വായിച്ചിട്ട് ഭയന്നിട്ട് ആ ആശ എന്ന് പറയുന്ന ടീച്ചർക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നില്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ഇതും ഈ പഴയ 1-2 സംഭവത്തെ എല്ലാം മുൻനിർത്തിയിട്ട് ഇതെല്ലാം സമാനമായ സംഭവമാണ്, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെയെല്ലാം പെരുമാറാനുള്ള ലൈസൻസ് കൊടുക്കണം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഈ കോൺഗ്രസ് പാർട്ടിയോട് വല്ല സ്നേഹവും ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു നിമിഷം പോലും MLA ആയി തുടരാൻ അനുവദിക്കരുത്. പരസ്യമായി തള്ളിപ്പറയണം. ഇപ്പൊ സനോജ് വരാം.